ഞാനൊരു പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാനിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കൊടുക്കണം, വറ്റൽമുളക് എൻ്റെ കയ്യിലില്ല. പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ശർക്കരയുടെ ഒരു പകുതിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ഇടാൻ എന്നോട് മറന്നുപോയി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം. പിന്നെ ഒരിത്തിരി കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്നിനി കുറുകി വരണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ പുളിയിഞ്ചി ഇഷ്ടമുള്ളവരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ പുളിയിഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്.